പ്രാദേശിക ഗവൺമെന്റുകളുടെ വികസന പ്രവർത്തനങ്ങൾ തടസ്സപ്പെടുത്തുന്ന സർക്കാർ നയത്തിനെതിരെ ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സ് ലീഗിന്റെ ആഭിമുഖ്യത്തിൽ ഗ്രാമപഞ്ചായത്ത് ഓഫീസുകൾക്ക് മുന്നിൽ ഒപ്പുമതിൽ സംഘടിപ്പിച്ചു. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ഒപ്പുമതിൽ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി.എൻ.എ. ഖാദർ ഉദ്ഘാടനം ചെയ്തു. ക്രമാതീതമായ നികുതിക്കൊള്ളയിൽ സാധാരണക്കാർ ജനപ്രതിനിധികൾക്കെതിരെ രോഷം പ്രകടിപ്പിക്കുകയാണ്. ബജറ്റ് വിഹിതം അനുവദിക്കാത്തത് മൂലം തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ രൂപപ്പെട്ട പ്രതിസന്ധിക്ക് പരിഹാരം കാണുക, ലൈഫ് പദ്ധതി ഗുണഭോക്താക്കൾക്ക് പോലും ഫണ്ട് അനുവദിക്കാത്ത ധിക്കാര നടപടി തിരുത്തുക, ക്ഷേമ പെൻഷൻ കുടിശ്ശിക അനുവദിക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഒപ്പുമതിൽ സമരം. ഇരിക്കൂർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിലെ ഒപ്പുമതിൽ മണ്ഡലം മുസ്ലിം ലീഗ് ജനറൽ സെക്രട്ടറി ടി.എൻ.എ. ഖാദർ ഉദ്ഘാടനം ചെയ്തു. ലോക്കൽ ഗവൺമെന്റ് മെമ്പേഴ്സിലേക്ക് ജില്ലാ സെക്രട്ടറി, ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ ടി.പി. ഫാത്തിമ അധ്യക്ഷത വഹിച്ചു. ലീഗ് പ്രസിഡന്റ് വി.പി. മുഹമ്മദ് കുഞ്ഞി അധ്യക്ഷനായി. കെ. മുഹമ്മദ് അഷ്റഫ് ഹാജി മുഖ്യപ്രഭാഷണം നടത്തി. കെ.ടി. നസീർ സ്വാഗതം പറഞ്ഞു. യു.പി. അബ്ദുറഹ്മാൻ, കെ. ഗഫൂർ ഹാജി, സ്ഥിരം സമിതി അധ്യക്ഷന്മാരായ എൻ.കെ. മുഫീദ, സുലൈഖ, ടി.സി. നസീയത്ത് തുടങ്ങിയവർ സംസാരിച്ചു. കഴിഞ്ഞ 7-8 വർഷമായി കേരളം ഭരിക്കുന്ന ഇടതുപക്ഷ മുന്നണി ഗവൺമെൻറ് പൂർണ്ണമായും തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ നടത്തുന്ന പ്രവർത്തനങ്ങളിൽ അത് സ്വന്തം പ്രവർത്തനമായി വിശേഷിപ്പിച്ചുകൊണ്ട് നേട്ടമായി പറയുമ്പോഴും ഈ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് അർഹമായ ഫണ്ട് നൽകാതെ വികസന പ്രവർത്തനങ്ങൾ മുരടിപ്പിക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കുകയാണ്.